എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം നമ്മൾ വിഭജന ഭീതി ദിവസമായി ആചരിച്ചിരുന്നു. അത് നമ്മുടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും രാജ്യത്തെ വെറുക്കുന്നവരും തമ്മിൽ ഉള്ള ആ ഒരു മത്സരം തന്നെയായിരുന്നു എന്ന് പറയാം. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർ ആര് എന്നുള്ളത് ശരിയായി മനസ്സിലാക്കിയ ഒരു ദിവസമാണ് ഇന്നലെ കഴിഞ്ഞത്. അങ്ങനത്തിനൊരു അവസരമുണ്ടാക്കിയ നമ്മുടെ രാഷ്ട്ര നേതാക്കൾക്ക് ആദ്യം ഞാനൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നമ്മൾ വളരെയേറെ പോരാടിയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ വളരെയേറെ പോരാടിയാണ് ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പൂർവികർ അനുഭവിച്ച വേദനകൾ നമ്മൾക്ക് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വേദനകളാണ്, ദുരിതങ്ങളുമാണ് അവർ അനുഭവിച്ചത്. നമ്മൾക്ക് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെ ആ കാഠിന്യം, അതിൻ്റെ ആ ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരത ഒന്നും നമ്മൾക്ക് അനുഭവവേദ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. എങ്കിൽ തന്നെയും നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെ പ്രജകൾ അനുഭവിച്ച ആ ഒരു ദുരിതത്തിന് അറുതി വന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പൊൻപുലരി ആഘോഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ അനുഭവിച്ച ആ ഒരു യാതന അത് നമ്മൾ മറന്നുകൂടാ. ജീവൻ ത്യജിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് നമ്മളുടെ രാജ്യം കാലെടുത്ത് വെച്ചത്. പിറന്നു വീണത് എന്ന് പറയാൻ കാരണം ഭാരതം എന്ന ആ ഒരു രാജ്യം അതിൻ്റെ പിറവി എന്നായിരുന്നു എന്ന് നമുക്ക് പോലും കണക്കുകൂട്ടി പറയാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് കാലെടുത്ത് വെച്ചത് എന്ന് നമുക്ക് പറയാം. ഈ സ്വാതന്ത്ര്യം നേടിയ ആ കാലഘട്ടത്തിൽ നമ്മളുടെ ദശലക്ഷക്കണക്കായിട്ടുള്ള രാജ്യസ്നേഹികളാണ് കൊല്ലപ്പെട്ടത്. അതായത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് നേടിത്തരാൻ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരുടെ ജീവൻ ബലി കൊടുത്തത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലത്തെ ദിവസം വിഭജന ഭീതി എന്ന രീതിയിലുള്ള ഒരു അനുസ്മരണം നടത്തിയത്. ആ പേരിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം, വിഭജന ഭീതി. അതായത് നമ്മുടെ രാജ്യത്തിന് അതേ രീതിയിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയായിരുന്നില്ല. മതത്തിൻ്റെ പേരിൽ ഇതിനെ വെട്ടിമുറിച്ച് തുണ്ടമാക്കിയ ഒരു ഭാഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടി സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ രൂപം കൊള്ളുകയും അതിൻ്റെ തലപ്പത്തേക്ക് മുഹമ്മദ് അലി ജിന്ന എന്ന ഒരു നേതാവ് ഉയർന്നു വരികയും ചെയ്തു. ഈ മുഹമ്മദ് അലി ജിന്ന തുടക്കത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഒരു വാദിയായിരുന്നില്ല, മതവെറിയനായിരുന്നില്ല. മുസ്ലിം ആണെങ്കിലും അദ്ദേഹം മുസ്ലിം മത ആചാരമനുസരിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. പിൽക്കാലത്താണ് അദ്ദേഹം പാകിസ്ഥാൻ വാദവുമായിട്ട് മുന്നിട്ടിറങ്ങിയത്. അതിനും കാരണം നെഹ്റുവിൻ്റെ അധികാരമോഹം, സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യയിൽ തൻ്റെ രാജവംശം നിലനിർത്തണം എന്നുള്ള ആ ഒരു നെഹ്റുവിൻ്റെ ആ ചിന്താഗതിയാണ് ഈ
അതിന് കൂട്ടുനിന്ന് ഗാന്ധിജിയും കൂട്ടുനിന്നു. അത് ഇല്ലെന്ന് പറയാൻ ഗാന്ധിജിയും നെഹ്റുവിൻ്റെ ഈ ചിന്താഗതിക്ക് കുറേയേറെ കൂട്ടുനിന്നു. അപ്പോൾ ജിന്ന ഈ വർഗീയവാദി അല്ലാത്ത മുസ്ലിം ആചാരം അനുസരിച്ച് ജീവിക്കാത്ത മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസിന്റെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ രാജ്യം വേണം എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ നെഹ്റുവിന് കിട്ടിയ ഒരു വലിയൊരു ഊർജമായിരുന്നു. കാരണം ഇന്ത്യയെ വെട്ടിമുറിച്ചിട്ട് ഒരു തുണ്ടം മാറ്റി വിട്ടുകഴിഞ്ഞാൽ തനിക്ക് യാതൊരു വിധമായ എതിർപ്പുമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രനായി ഈ രാജ്യത്തെ ഭരിച്ചു മുടിക്കാം എന്നുള്ള ഒരു സാഹചര്യം അവിടെ ഉയർന്നു വന്നപ്പോൾ നെഹ്റു അതിനെ വളരെയേറെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഇന്ത്യയുടെ വിഭജനത്തിനായി എല്ലാ രീതിയിലും വേണ്ട പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. അതാണ് ഈ യഥാർത്ഥമായ വസ്തുത. നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ട യഥാർത്ഥ വസ്തുത. നമ്മൾ ഈ പറഞ്ഞു വരുന്നത്, അന്ന് കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ചിരുന്നില്ല എങ്കിൽ തീർച്ചയായും ഇന്ത്യ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യ എന്ന ആ ഒരു ഒറ്റ രാഷ്ട്രം ഭൂമുഖത്ത് ഇന്ന് നിലനിന്നിരുന്നതിനുമായിരുന്നു. അതിനെ ഇല്ലാതാക്കിയത് കോൺഗ്രസും നെഹ്റുവും കൂടി ചേർന്നാണ്. അതിന് ഗാന്ധിജി ഒപ്പം നിന്നു എന്ന് മാത്രം. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഇന്ത്യയെ വിഭജിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ കൂടിയല്ലാതെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ഗാന്ധിജി അവസാനം നെഹ്റുവിൻ്റെ ആ താല്പര്യത്തിന് വഴങ്ങി, നെഹ്റുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി വിഭജനത്തെ അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. അതോടുകൂടി ഇന്ത്യയുടെ ദുരവസ്ഥയും തുടങ്ങി. നമ്മൾ വളർച്ചയുടെ കാര്യത്തിലുള്ള ദുരവസ്ഥയല്ല, ഈ വളർച്ചയോടൊപ്പം തന്നെ നമ്മളുടെ രാജ്യത്തിനെതിരായിട്ട് ഉള്ള തീവ്രവാദ പ്രവർത്തനവും ഈ പാകിസ്ഥാൻ എന്നുള്ള ഈ ഒരു രാജ്യത്തിൻ്റെ പിറവിയോടുകൂടിയാണ് ജന്മം കൊണ്ടത്. ഭാരതം എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യം വിഭജിക്കപ്പെടാതെ ഒറ്റയൊരു രാജ്യമായി നിലനിന്നിരുന്നു എങ്കിൽ ഇന്ന് ഇത്തരം ഒരു മത തീവ്രവാദത്തെയോ ഒന്നും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നില്ല. ദശലക്ഷക്കണക്കിന് കോടികളായിട്ടുള്ള രൂപയാണ് ഈ തീവ്രവാദത്തിന് എതിരായിട്ട് നമ്മൾക്ക് ചിലവഴിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്നത് ഒരു ശത്രു രാജ്യമായിട്ടാണ് തുടക്കം മുതൽ നമ്മളോടൊപ്പം നിലനിൽക്കുന്നത്, നമ്മളോട് പെരുമാറുന്നത്. അവർ ഒരവസരം കിട്ടിയാൽ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി സൈനികമായും എല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മൾക്ക് സൈനിക ചെലവിനായി തന്നെ ദശലക്ഷക്കണക്കിന് കോടി രൂപ നമ്മൾക്ക് ചെലവാക്കേണ്ടി വരുന്നു. ഈ ധനം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, നമ്മുടെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ധനമാണ് ഇതേ രീതിയിൽ സൈനികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നത്. ഇതിനും കാരണം നെഹ്റു എന്ന ആ ഒരു മനുഷ്യൻ്റെ ദുഷിച്ച മനസ്സിലെ ദുഷിച്ച മോഹത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അത് നമ്മൾ മറന്നുകൂടാ. പിന്നെ അതിനെക്കാട്ടി വലിയ രസകരമായ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ആ കാലത്തുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത്, അതിന് ബ്രാക്കറ്റിൽ ഒരു എം ഉണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ രൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് പറഞ്ഞത്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സംസ്കാരമല്ല, ഒരു രാജ്യമല്ല. ഇന്ത്യ വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് അന്ന് പല നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്നു. അത് മറ്റൊരു കാര്യം. അന്ന് പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം ഒരു ഏകരൂപം ഉണ്ടായിരുന്നു, ഭാരതം എന്നുള്ള ഏകരൂപം. അതിപുരാതന കാലം മുതൽ നമുക്കുണ്ടായിരുന്ന ഒരു ഏകരൂപം, ആസേത് ഹിമാചലം ഉള്ള ആ ഒരു ഏകരൂപം
അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇന്ന് വിഭജിക്കപ്പെട്ടെങ്കിലും ഇന്നും ആ ഏകരൂപം നിലനിൽക്കുന്നുണ്ട്. ഈത്തിന് കടയ്ക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ നിലപാടെടുത്തത്. ഇന്ത്യയെ പല രാജ്യങ്ങളായിട്ട് വേണം സ്വാതന്ത്ര്യം കൊടുക്കാൻ എന്ന്. അതായത് ആന്ധ്രാപ്രദേശ് ഒരു രാജ്യം, തമിഴ്നാട് ഒരു രാജ്യം, ഹരിയാന, ഉത്തരേന്ത്യ എല്ലാം കൂടെ ഒരു രാജ്യമായിട്ടും അവർ കണക്ക് കൂട്ടിയിരുന്നില്ല. മധ്യപ്രദേശ് വേറൊരു രാജ്യം, ഉത്തർപ്രദേശ് വേറൊരു രാജ്യം, ഇങ്ങനെ ബംഗാൾ വേറൊരു രാജ്യം, ഇങ്ങനെ പല രാജ്യങ്ങളായി ഇന്ത്യയെ വിഘടിപ്പിക്കണം എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ നിലപാടും ആവശ്യവും. ഭാഗ്യം കൊണ്ട് നെഹ്റു അത് ചെയ്തില്ല എന്നുള്ള ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾക്ക് നെഹ്റുവിനെ അംഗീകരിക്കാൻ കഴിയുക. അത് നെഹ്റുവിൻ്റെ താല്പര്യം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കാതിരുന്നത്. അന്നുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഒരു മനുഷ്യൻ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇന്നത്തെ നിലയിലെങ്കിലും നിലനിൽക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ നെഹ്റുവിന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പേരിന് വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗം, ഉത്തർപ്രദേശോ അല്ലെ 2-3 സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്താഗതിക്കാരൻ തന്നെ ആയിരുന്നു നെഹ്റു. അത് സംഭവിക്കാതിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ആ ഒരു അതികായൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയാക്കിയെങ്കിലും പ്രധാനമന്ത്രിയായ നെഹ്റു ഈ പട്ടേലുമായി സംസാരിക്കുകയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെന്തോ ആകട്ടെ, അത് കാരണം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചിട്ടുകൂടിയില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാതിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ വിഭജന ഭീതി ദിനാചരണത്തിന് എതിരെ ശക്തമായ നിലപാടാണ് എടുത്തത്. നമ്മളുടെ ഈ രാജ്യത്ത് സ്നേഹം നിലനിർത്തണമെങ്കിൽ അന്ന് നമ്മുടെ പൂർവികർ അനുഭവിച്ച ദുരിതങ്ങൾ എക്കാലത്തും നമ്മളുടെ ജനങ്ങളിൽ, വരും തലമുറകളിൽ ഇത് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം വരും തലമുറയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാത്തതാണ്. കാരണം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ളവർ ഈ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചും പിന്നെ വിഭജന സമയത്ത് അനുഭവിച്ച ദുരിതങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പഞ്ചാബ് എന്ന് പറയുമ്പോൾ അന്നത്തെ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടുന്ന പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബംഗാൾ ഇതേപോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിഭജനത്തിൻ്റെ ദുരിതം അനുഭവിച്ചത്. സിഖുകാരും ഹിന്ദുക്കളുമായിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൊന്നൊടുക്കിയത്. അന്ന് ആ പാകിസ്ഥാൻ്റെ ഭാഗം, നമ്മുടെ മുൻ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്ന് നമ്മുടെ ഡൽഹിയിലേക്കും നിലവിലുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വന്നുകൊണ്ടിരുന്ന ട്രെയിനിൽ അട്ടിയടുക്കി ആണ് ഈ ഹിന്ദുക്കളെ സിഖുകാരെയും കൊന്ന് അവിടുന്ന് മുസ്ലിം ലീഗുകാർ ഇങ്ങോട്ട് അയച്ചിരുന്നത്. അതേപോലെയുള്ള യാതനകൾ അനുഭവിച്ചാണ് നമ്മുടെ ഭാരതം ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇക്കാര്യം നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്തതാണ്. ഈ ഒരു ഓർമ്മ എക്കാലവും നമ്മുടെ ജനങ്ങളുടെ ഉള്ളിൽ കെടാതെ സൂക്ഷിക്കേണ്ട ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ചുവടുവയ്പായിട്ട് വേണം, പ്രാരംഭമായിട്ട് വേണം ഇന്നലെ നമ്മൾ ആചരിച്ച വിഭജന ഭീതി ദിവസത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇത് കമ്മ്യൂണിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, കോൺഗ്രസ്സുകാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ രണ്ട് കൂട്ടരും നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ദേശസ്നേഹത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശക്തി കൂട്ടാനുള്ള മറ്റൊരു കാരണം, കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവരെ
ഈ രീതിയിൽ ചിന്തിപ്പിക്കാൻ, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ചിന്തിപ്പിക്കാൻ കാരണം, ജനങ്ങൾ ദേശീയബോധത്തിലേക്ക് വരാൻ തുടങ്ങി, ജനങ്ങളിൽ ദേശീയബോധം വളരാൻ തുടങ്ങി. അതോടുകൂടി കോൺഗ്രസിൻ്റെ വളർച്ച താഴോട്ടായി 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 വന്നാണ് ഇപ്പോൾ അവരെ ഏകദേശം ഭരണത്തിൻ്റെ ഏഴയലത്ത് അടുപ്പിക്കാത്ത രീതിയിൽ ജനങ്ങൾ അവരെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞത്. ഇത് കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അവർ എന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്ര നാൾ അനുഭവിച്ചിരുന്ന ആ ഒരു സുഖം, ഭരണത്തിൻ്റെ സുഖം, ആ ഭരണത്തിൻ്റെ സുഖത്തിൽ കൂടി, ഭരണത്തിൻ്റെ ആ ശക്തിയിൽ കൂടി അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാമ്പത്തിക നേട്ടം, അതൊക്കെ ഇല്ലാതായതാണ് ഇവരെ ഈ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഭ്രാന്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഭ്രാന്തൻ കാണിക്കുന്ന അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നൊന്നായി ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസും പ്രതിപക്ഷങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പ്രസ്ഥാനം തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കരുതാത്തതാണ്. നിയമപരമായി തന്നെ നിരോധിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കാരണം നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഇവിടം ഭരിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന തന്നെ ഏകാധിപത്യമാണ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കും രാജ്യം നിയന്ത്രിക്കേണ്ടതും എല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം ജനാധിപത്യത്തിലില്ല. അങ്ങനെയുള്ള സംവിധാനമുള്ളത് ചൈനയെ പോലുള്ള ഏകാധിപത്യ രാജ്യങ്ങളിലാണ്. അങ്ങനെ ഉള്ള ഈ പാർട്ടിയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ അറിയാം, കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിയന്ത്രിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകളാണ്. അവരിവിടെ നടത്തുന്നത് എന്താണ്? രാജ്യസ്നേഹം ജനങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനവർ ഈ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? വിദ്യാഭ്യാസ മേഖല, പിന്നെ പോലീസ്, ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവരുടെ ഈ കിരാതമായ നിയമങ്ങളും അവരുടെ നയങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേശസ്നേഹികളെ പോലീസിനെ വിട്ട് ഉപദ്രവിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ നശിപ്പിക്കുക എന്നുള്ള നയം അവർ തുടരുന്നു. വിദ്യാഭ്യാസ രംഗം, ദേശീയത എന്ന ആ ഒരു വികാരം ജനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ കൂടി ലഭിക്കുന്നത് തടയുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ നയം മാറ്റുന്നു. ഇതെല്ലാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, വിഭജന ഭീതി ദിനമായിട്ട് ആചരിച്ച് കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അവിടെ കലാപം ഉണ്ടാക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പക്ഷം പിടിച്ചുകൊണ്ട് ഈ ദിനം സമാധാനപരമായി ആചരിച്ച കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ പോലീസ് എത്രമാത്രം ദേശവിരുദ്ധരായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ഒരു ഭരണത്തിൽ. വളരെ ചുരുക്കം പോലീസുകാരല്ലാതെ ഈ പോലീസ് സേനയെ തന്നെ ഈ രാജ്യവിരുദ്ധരാക്കിയിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിണറായി വിജയൻ പറയുന്നതിനപ്പുറം പോലീസുകാർ അനങ്ങുകയില്ല. അവർക്ക് നീതി നിയമം നടപ്പാക്കുന്ന ആ ഒരു സമ്പ്രദായം മാറി പിണറായി പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന നീതി മാത്രമാണ് പോലീസുകാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ ആരുടെ പേരിലും കള്ളക്കേസ് എടുക്കാൻ അവർ തയ്യാറാകും. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ ഇപ്പോഴത്തെ ഏക പണി കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതനുസരിച്ച് പാർട്ടി കേഡറിനെ പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന രീതി. അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഒരു അന്നത്തെ IG മറ്റോ ആയിരുന്നു മനോജ് എബ്രഹാം. ഇപ്പോൾ അയാളെ DGP ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അയാളുടെ നേതൃത്വത്തിൽ എന്താണ് അവിടെ കാണിച്ചത്? സമാധാനപരമായി ഈ ശബരിമലയെ നശിപ്പിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ സമാധാനപരമായി ഭഗവാന്റെ ചിത്രം പന്തലിൽ വെച്ച് അതിനു മുന്നിൽ വിളക്ക് കൊളുത്തി നാമം ജപിച്ച് അവരുടെ പ്രതിഷേധം അറിയിച്ചപ്പോൾ ആ പന്തലിൽ ഈ മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പോലീസുകാർ വന്ന് നിലവിളക്കും എടുത്ത് വലിച്ചെറിഞ്ഞു.
ആ ഭഗവാന്റെ ചിത്രവും വലിച്ചെറിഞ്ഞ് അവിടെ ഇരുന്ന് നാമം ജപിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ച ഭക്തരെ അതിക്രൂരമായി ഈ മർദ്ദിച്ച് സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. അതേപോലെ പോലീസിനെ പോലും ഈ ഈ ഇത്തരം ക്രൂരതയിലേക്ക് നയിച്ച് അവരെ ആ മനോഭാവത്തിലേക്ക്, നല്ലൊരു ശതമാനം പോലീസുകാരെ ആ ഒരു മനോഭാവത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ ലക്ഷ്യവും ഇതാണ്, നമ്മുടെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുക, അങ്ങനെ നമ്മുടെ ജനങ്ങളിൽ നിന്ന് ദേശീയ ബോധം തുടച്ചു നീക്കുക, അതിലൂടെ അവരുടെ രാജ്യം ഇവിടെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഭാഗ്യവശാൽ അത് ഭാരതത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് കേരളം ഒഴികെയുള്ള മറ്റ് പ്രദേശങ്ങൾ മൊത്തവും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തത്. ഇപ്പോഴും ഒരു അർബുദം പോലെ നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് നിലനിൽക്കുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ളവരൊന്നും ഈ വിഭജന സമയത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതം എക്കാലവും ഭാരതത്തിൻ്റെ ജനങ്ങളിൽ നിലനിൽക്കാൻ അനുവദിക്കുക ഇല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികൾ എന്നെന്നും ആ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന വംശഹത്യയും ഹിന്ദു ഹത്യയും നമ്മൾ മറന്നുകൂടാ. ഈ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിച്ച ശക്തികളെ, കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ശക്തികളെ, കോൺഗ്രസിനെ ഉൾപ്പെടെ നമ്മൾ മറന്നുകൂടാ. അതെന്നെന്നും നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു ജ്വലിക്കുന്ന നാളമായി തന്നെ നമ്മൾ നിലനിർത്തി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ ജ്വാല, ഈ നാളം പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ